ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. എന്നെ ഇറക്കി വിടണ്ടോ? എനിക്ക് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ? ടെസ്റ്റിന് ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. കൂടി കൈവച്ചല്ല വായി വെച്ച് നിപ്പിളിട്ട് തരട്ടെ. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. എന്തൊക്കെയാണ് നടക്കുന്നേ? ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. എന്തൊക്കെ ചടങ്ങാണല്ലേ? വെരി ഇൻട്രസ്റ്റിംഗ്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ഇത് തീർന്നില്ലേ? ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ ടൈം രണ്ട് കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ് സർ, കുറച്ചധികം ഓവറാണോ? പിന്നെന്തിനാ നിങ്ങൾ കുട്ടികളെ കെട്ടിക്കുന്നത്? കുറച്ച് ഓവറായാലേ അവർ ശ്രദ്ധിക്കും. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാള് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓ നമുക്കറിയാലോ. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോ കയറുമ്പോ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റിട്ടാണ് അവിടെ ഇരുന്നത്. ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറൊരു ചോക്ലേറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു കഴിവ് എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് ഫീഡ് ചെയ്യിപ്പിച്ചു. ഒരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നമുക്ക് അതിന്റെ ക്ലീനിങ് ടെസ്റ്റ് പറഞ്ഞു വിടാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ഫുഡ് ആള് കഴിക്കും ഞാൻ കഴിക്കുമെന്നായിരുന്നു. സർപ്രൈസിംഗിലെ ആളെനിക്കത് എന്റെ ഗതികേടിലായി പോയി. എനിക്ക് കൊന്ന് കുടിച്ചുകൂടിയാണ് ഞാൻ. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളെന്റെ കൈ ഹോൾഡ് ചെയ്യുമെന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആള് പല വഴിയും കണ്ടെത്തും എന്റെ കൈ ഹോൾഡ് ചെയ്യാൻ. പിന്നെ എന്റെ ലിസ്റ്റിലത്തെ വേറൊരു ടെസ്റ്റും കൂടെ നടന്നു. ആളെന്റെ കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വെക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റും പാസ്സായി. സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ടോട്ടൽ 1500. ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു, ബർഗർ മേടിച്ചു തന്നു. 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വരാ? അച്ഛൻ ബക്കറ്റ് എടുക്കേണ്ടി വരും. കക്കൂസി പോവാനോ? പിരിവിന്. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഇനിയിപ്പോ എന്താ വേണ്ടേ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. ചിക്കൻ